ഇപ്പോൾ നമ്മുടെ പുതിയ ചാപ്റ്റർ സിസ്റ്റം ഓഫ് പാർട്ടിക്കിൾസ് ആൻഡ് റൊട്ടേഷണൽ മോഷൻ. നിങ്ങൾക്ക് തലവേദനായിരുന്ന ഒരു ചാപ്റ്റർ ആണ് അല്ലേ, പ്ലസ് 1 അല്ലേ? അപ്പോൾ നമുക്ക് അതിനകത്ത് ഓരോന്ന് പറഞ്ഞു പോവാം. റിജിഡ് ബോഡി. എന്താണ് റിജിഡ് ബോഡി എന്ന് പറഞ്ഞാൽ? റിജിഡ് ബോഡി പറയൂ. വാട്ട് ഈസ് റിജിഡ് ബോഡി? റിജിഡ് ബോഡി എന്ന് പറഞ്ഞാൽ എന്താണ്? ഒരു ബോഡി എടുത്തു കഴിഞ്ഞാൽ അതിലെ ഏത് രണ്ട് പാർട്ടിക്കിൾ എടുക്കൂ, ആ രണ്ട് പാർട്ടിക്കിൾ തമ്മിലുള്ള ദൂരം എപ്പോഴും ഒരുപോലെ തന്നെയാണ് ഇരിക്കുന്നതെങ്കിൽ ആ ബോഡിയെ വിളിക്കുന്ന പേരാണ് റിജിഡ് ബോഡി. നമ്മളൊരു ബോഡി എടുത്തു, ആ ബോഡിയിലെ രണ്ട് പോയിന്റുകൾ മാർക്ക് ചെയ്തു, ആ രണ്ട് പോയിന്റുകൾ തമ്മിലൊരു ദൂരമുണ്ട്, ആ ദൂരം എപ്പോഴും അത് തന്നെയാണെങ്കിൽ ആ ബോഡി നമുക്ക് എന്തെന്ന് പറയാം? റിജിഡ് ബോഡി എന്ന് പറയാം. അങ്ങനെയുള്ള ഏത് രണ്ട് പാർട്ടിക്കിൾസ് തമ്മിലുള്ള ദൂരവും ആ ബോഡിയിൽ ഫിക്സഡ് ആയിരിക്കും. What is a rigid body? Rigid body is a body in which distance between any two points is always constant. എന്താണ്? What is a rigid body? Rigid body is a body in which distance between any two particles is always constant. ഇനി അടുത്തത് സെന്റർ ഓഫ് മാസ്. കേട്ടിട്ടുണ്ടോ? സെന്റർ ഓഫ് മാസ്. എന്താണ് സെന്റർ ഓഫ് മാസ് എന്ന് പറഞ്ഞാൽ? ഒരു ബോഡി നമ്മൾ എടുത്താൽ ആ ബോഡിയുടെ മാസ് മുഴുവനും കോൺസെൻട്രേറ്റ് ചെയ്തിരിക്കുന്ന ഒരു പോയിന്റ് കാണും. ആ പോയിന്റിനെ വിളിക്കുന്ന പേരാണ് സെന്റർ ഓഫ് മാസ്. അപ്പോൾ ആ പോയിന്റ് എന്ന് പറയുന്നത് ചിലപ്പോൾ ബോഡിയിൽ ഒരു പോയിന്റ് ആയിരിക്കും, ചിലപ്പോൾ ബോഡിയുടെ എന്താണ് ഈ മെറ്റീരിയൽ ബോഡിയിലായിരിക്കില്ല ചിലപ്പോൾ. അപ്പോൾ ചിലപ്പോൾ ഈ മെറ്റീരിയൽ ബോഡിയിൽ എവിടെയെങ്കിലും ഉള്ള ഒരു പോയിന്റ് ആയിരിക്കും, ചിലപ്പോൾ അല്ലാതെയും വരാം. അപ്പം അങ്ങനെയുള്ള പോയിന്റിന്റെ പേരാണ് സെന്റർ ഓഫ് മാസ്. അപ്പോൾ എന്താണ് സെന്റർ ഓഫ് മാസ് എന്ന് പറഞ്ഞാൽ? Center of mass is a point where the entire mass of the body is assumed to be concentrated. എന്താണ്? Center of mass is a point where the entire mass of the body is assumed to be concentrated. ഇനി നമുക്ക് ഓരോന്നായിട്ട് പറയാം. ഒരു റോഡ് എടുക്കാം, ഒരു റിജിഡ് റോഡ് എടുത്തു. അപ്പൊ ഈ റോഡിന്റെ സെന്റർ ഓഫ് മാസ് എവിടെ വരും? നിങ്ങൾ തന്നെ പറയൂ. മിഡ് പോയിന്റ് വരും. അപ്പൊ ഇതിന്റെ മിഡ് പോയിന്റിലാണ് ഇതിന്റെ സെന്റർ ഓഫ് മാസ് ഇരിക്കുന്നത്. ഇനി ഒരു റിങ് എടുക്കാം. ഒരു തിൻ റിങ് ആണ്. ഒരു റിങ് എടുത്തു കഴിഞ്ഞാൽ ആ റിങ്ങിന്റെ മെറ്റീരിയൽ ബോഡി എന്ന് പറഞ്ഞാൽ ഇത്രയാണ്. അപ്പൊ ഇതിന്റെ മാസ് കോൺസെൻട്രേറ്റ് ചെയ്തിരിക്കുന്ന ഈ മെറ്റീരിയൽ ബോഡിയിലല്ല, ദാ ഇവിടെയാണ്. അപ്പൊ ഈ സെന്ററിലാണ് അതിന്റെ മാസ് എല്ലാം കോൺസെൻട്രേറ്റ് ചെയ്തിരിക്കുന്നത്. അപ്പൊ ഒരു റിങ് നമ്മൾ എടുക്കുന്നു, ഒരു തിൻ റിങ്. ആ റിങ്ങിന്റെ മെറ്റീരിയൽ ബോഡി ഇത്രയാണ്. അപ്പൊ അതിന്റെ മാസ് കോൺസെൻട്രേറ്റ് ചെയ്തിരിക്കുന്നത് ഇവിടെയാണ്. ഈ പോയിന്റ് ആണ് അതിന്റെ എന്തോന്ന്? സെന്റർ ഓഫ് മാസ്. ഇനി അടുത്ത് ഒരു ഡിസ്ക് എടുക്കുന്നു. ഒരു സർക്കുലാർ ഡിസ്ക് ആണ് ഞാൻ എടുത്തത്. ഒരു സർക്കുലാർ ഡിസ്ക്. നമുക്കൊരു ചപ്പാത്തി എടുക്കാം, നല്ല അടിപൊളി ഒരു ചപ്പാത്തി. അപ്പൊ അമ്മ ഉണ്ടാക്കുന്ന ചപ്പാത്തി എന്തെങ്കിലും സർക്കുലാർ ഡിസ്ക് ആയിട്ട് ഇരുന്നിട്ടുണ്ടോ? അതിനാണ് പലപ്പോഴും അടി ഉണ്ടാകുന്നത് വീട്ടില്. അപ്പൊ ഒരു സർക്കുലാർ ഡിസ്ക് എടുക്കുന്നു. അതിന്റെ സെന്റർ ഓഫ് മാസ് എവിടെയാ? അതിന്റെ സെന്ററിലായിരിക്കും. ഇനി അടുത്തത് ഒരു സ്ഫിയർ എടുക്കുന്നു. അപ്പൊ ഒരു സ്ഫിയർ എടുത്തു കഴിഞ്ഞാൽ, ഒരു ഉണ്ട എടുത്തു കഴിഞ്ഞാൽ അതിന്റെ സെന്റർ ഓഫ് മാസ് എവിടെ? അതിന്റെ സെന്ററിൽ. അതൊന്നും ഡൗട്ട് ഇല്ലാത്ത കേസുകൾ. ഇനി അടുത്തത് ഒരു റെക്ടാങ്കുലർ ലാമിന. എന്താണ് റെക്ടാങ്കുലർ ലാമിന? എന്താണ് റെക്ടാങ്കുലർ ലാമിന എന്ന് പറഞ്ഞാൽ? ലാമിന എന്ന് പറഞ്ഞാൽ പരന്നിരിക്കുന്ന സാധനമാണ് ലാമിന. അപ്പൊ ഒരു പേപ്പർ, ഇതൊരു പേപ്പറാണ്. ഈ പേപ്പർ പരന്നിരിക്കുകയല്ലേ? അപ്പൊ റെക്ടാങ്കുലർ സാധനമല്ലേ? അപ്പൊ ഇത് റെക്ടാങ്കുലർ ലാമിനയാണ്. ഇതിന്റെ സെന്റർ ഓഫ് മാസ് എവിടെയെന്ന് ചോദിച്ചാൽ ഇതിന്റെ ഡയഗണൽസ് വരച്ചു. ഈ ഡയഗണൽസ് മീറ്റ് ചെയ്ത ഈ പോയിന്റ് ആണ് അതിന്റെ സെന്റർ ഓഫ് മാസ്. കുഴപ്പമൊന്നുമില്ലല്ലോ. ഇനി അടുത്തത് ട്രയാങ്കുലർ ലാമിന. എന്താണ് ട്രയാങ്കുലർ ലാമിന എന്ന് പറഞ്ഞാൽ പേപ്പറിൽ നിന്ന് ഒരു ട്രയാങ്കിൾ വെട്ടിയെടുത്തോ നിങ്ങള്. അപ്പൊ അതിനെ ട്രയാങ്കുലർ ലാമിന എന്ന് പറയാം. അപ്പൊ ഇതിന്റെ സെന്റർ ഓഫ് മാസ് എവിടെയാണ്? അപ്പൊ ഇതിന്റെ മീഡിയൻസ് വരയ്ക്കുക. നിങ്ങൾക്ക് അറിയാം മീഡിയൻസ് വരയ്ക്കാൻ അറിഞ്ഞൂടെ? ഇതൊരെണ്ണം, അടുത്ത് ഇതൊരെണ്ണം. മീഡിയൻസ് വരച്ചു. ഈ പോയിന്റ്, മീഡിയൻസ് മീറ്റ് ചെയ്യുന്ന ഈ പോയിന്റിന് എന്താ പറയുക? സെൻട്രോയിഡ് എന്നാണ് പറയുന്നത് അല്ലേ? അപ്പൊ ഈ പോയിന്റിലായിരിക്കും അതിന്റെ സെന്റർ ഓഫ് മാസ് ഇരിക്കുന്നത്. ഇനി അടുത്തത് ഒരു സിലിണ്ടർ എടുത്തു കഴിഞ്ഞാൽ, ഇതാണ് ഒരു സിലിണ്ടർ. ഈ സിലിണ്ടറിന്റെ സെന്റർ ഓഫ് മാസ് എവിടെയാണ്? ഇതിന്റെ ആക്സിസ് അല്ലേ ഇത്? ഈ ആക്സിസിന്റെ മിഡ് പോയിന്റ് ആയിരിക്കും അതിന്റെ സെന്റർ ഓഫ് മാസ് ഇരിക്കുന്നത്. അടുത്തത് റൈറ്റ് സർക്കുലാർ കോൺ. എന്താണ് റൈറ്റ് സർക്കുലാർ കോൺ? കേട്ടിട്ടുണ്ടോ? റൈറ്റ് സർക്കുലാർ കോൺ എന്ന് പറഞ്ഞാൽ നമ്മുടെ കോൺ, കട്ട കോൺ ഇതായിരിക്കുന്നു. ഒരു കോൺ. അപ്പൊ ഈ കോണിന്റെ ഇതല്ല ഇതിന്റെ ഹൈറ്റ് എന്ന് പറയുന്നത്. അപ്പൊ എന്താണ്? അപ്പൊ ഇതിന്റെ ഹൈറ്റ് ഇതാണ്. അപ്പൊ ഇതിന്റെ ടോട്ടൽ ഹൈറ്റ് എന്ന് പറയുന്നത് h ആണെന്നിരിക്കട്ടെ. അപ്പൊ ഇതിന്റെ ബേസിൽ നിന്ന് h/4 മാർക്ക് ചെയ്യുക. മാർക്ക് ചെയ്ത ഈ പോയിന്റിലായിരിക്കും അതിന്റെ സെന്റർ ഓഫ് മാസ് ഇരിക്കുന്നത്. ഓക്കെ.
അപ്പോൾ ഇത്രയാണ് സെന്റർ ഓഫ് മാസിനെ പറ്റി. What is center of mass? Center of mass is a point where the entire mass of the body is assumed to be concentrated. Okay. Then what about rod? Where is the center of mass? At the center. Ring at the center. Disc at the center. Sphere at the center. A rectangular lamina meeting point of diagonals. Triangular lamina meeting point of medians. That point is called centroid. Then അടുത്ത എന്താണ്? Cylinder എന്താണ്? Midpoint of axis. അടുത്ത right circular cone. എന്താണ്? ഓൺ ദ ആക്സിസ് അല്ലേ, ഇതിന്റെ വെർട്ടിക്കൽ ആക്സിസിലാണ്. ഇനി അറ്റ് എ ഡിസ്റ്റൻസ് ഓഫ് h/4 ഫ്രം ബേസ്. ഓക്കെ, അപ്പൊ അത്രയാണ് ഏതിനെ പറ്റി? നമ്മുടെ സെന്റർ ഓഫ് മാസിനെ പറ്റി. ഇനി ആദ്യം പറഞ്ഞ റിജിഡ് ബോഡി എന്ന് പറഞ്ഞാൽ എന്താണ്? ഇറ്റ് ഈസ് എ റിജിഡ് ബോഡി. ഇറ്റ് ഈസ് എ ബോഡി ഇൻ വിച്ച് ഡിസ്റ്റൻസ് ബിറ്റ്വീൻ എനി ടു പാർട്ടിക്കിൾസ് ഈസ് ആൾവേസ് കോൺസ്റ്റന്റ്. ഇനി നമ്മൾ ആ ചാപ്റ്ററിൽ പഠിച്ച രണ്ട് ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള തിയറംസ് ആണ്. ഓർമ്മയുണ്ടോ തിയറംസ്? പാരലൽ ആക്സിസ് തിയറം, അത് കഴിഞ്ഞിട്ട് പെർപെൻഡിക്കുലർ ആക്സിസ് തിയറം. അതൊക്കെ പറയുന്നതിന് മുമ്പ് ഒരു സാധനം പഠിച്ചായിരുന്നല്ലോ, മൊമെന്റ് ഓഫ് ഇനേർഷ്യ. മൊമെന്റ് ഓഫ് ഇനേർഷ്യ കേട്ടിട്ടുണ്ടോ? മൊമെന്റ് ഓഫ് ഇനേർഷ്യ, അതിനെ ഐ എന്നാണ് പറയുക. ഐ എന്താണ് മൊമെന്റ് ഓഫ് ഇനേർഷ്യ എന്ന് പറഞ്ഞാൽ? ഞാനൊരു പാർട്ടിക്കിൾ എടുക്കുന്നു, ഈ പാർട്ടിക്കിൾ. ഓക്കെ, ഇതൊരു പാർട്ടിക്കിൾ ആണ്. ഈ പാർട്ടിക്കിളിന്റെ മാസ് ആണ് എം. അതാണ്ട് ഇങ്ങനത്തെ ഒരു ആക്സിസിനെ ബേസ് ചെയ്ത് ഈ പാർട്ടിക്കിൾ ഇങ്ങനെ കറങ്ങിക്കൊണ്ടിരിക്കുകയാണെങ്കിൽ, ഓക്കെ, അപ്പൊ ഇതാണ് നിങ്ങളുടെ പാർട്ടിക്കിൾ. ഇങ്ങനെ ഒരു ആക്സിസിനെ ബേസ് ചെയ്ത് പാർട്ടിക്കിൾ കറങ്ങുകയാണ്. ഈ ആക്സിസിൽ നിന്ന് ഈ പാർട്ടിക്കിൾ വരെയുള്ള ഡിസ്റ്റൻസ് ആണെന്നിരിക്കട്ടെ. അങ്ങനെയാണെങ്കിൽ ഈ പാർട്ടിക്കിളിന്റെ മൊമെന്റ് ഓഫ് ഇനർഷ്യ കാണാൻ m×r² എടുത്താൽ മതിയാകും. ഇതാണ് മൊമെന്റ് ഓഫ് ഇനർഷ്യ. അപ്പൊ വാട്ട് ഈസ് മൊമെന്റ് ഓഫ് ഇനർഷ്യ ഓഫ് ദിസ് പാർട്ടിക്കിൾ? പറയൂ. ഇതൊരു പാർട്ടിക്കിൾ ആണ്. ഈ പാർട്ടിക്കിൾ ഈ ആക്സിസിനെ ബേസ് ചെയ്ത് കറങ്ങുന്നു. ഈ ആക്സിസിൽ നിന്ന് പാർട്ടിക്കിൾ വരെയുള്ള ഡിസ്റ്റൻസ് ആണ്. അങ്ങനെയാണ് ഈ പാർട്ടിക്കിളിന്റെ മൊമെന്റ് ഓഫ് ഇനർഷ്യ എന്ന് പറയുന്നത് mr² ആണ്. അപ്പൊ മൊമെന്റ് ഓഫ് ഇനർഷ്യ ഈസ് എ പ്രോഡക്റ്റ് ഓഫ് മാസ് ആൻഡ് സ്ക്വയർ ഓഫ് ഡിസ്റ്റൻസ് ഫ്രം ആക്സിസ് ടു പാർട്ടിക്കിൾ. കുഴപ്പമൊന്നുമില്ല. ഇനി മൊമെന്റ് ഓഫ് ഇനർഷ്യയുടെ യൂണിറ്റ് പറയണം. മാസിന്റെ യൂണിറ്റ് കിലോഗ്രാം, ഡിസ്റ്റൻസിന്റെ യൂണിറ്റ് മീറ്റർ. അപ്പൊ കിലോഗ്രാം മീറ്റർ സ്ക്വയർ ആണ് മൊമെന്റ് ഓഫ് ഇനർഷ്യയുടെ യൂണിറ്റ്. മൊമെന്റ് ഓഫ് ഇനർഷ്യ ഈസ് റെപ്രസെന്റഡ് ബൈ ദ ലെറ്റർ ഐ. ഇനി നമ്മൾ പഠിച്ചത് പാരലൽ ആക്സിസ് തിയറം. ഓർമ്മയുണ്ടോ? പാരലൽ ആക്സിസ് തിയറം. പാരലൽ ആക്സിസ് തിയറം നോക്കൂ. നമുക്ക് ഏതെങ്കിലും ഒരു ബോഡി എടുക്കാം. ഏതെങ്കിലും ഒരു ബോഡി പറയൂ. നോക്കൂ, ഏതെങ്കിലും ഒരു ബോഡി എടുക്കാം. ഇപ്പൊ ഒരു റിങ് എടുക്കാം. അപ്പൊ ഇതാണ് ഒരു റിങ്. അപ്പൊ ഇതൊരു റിങ് ആണ്. എന്ത് ബോഡിയോ ആയിക്കോട്ടെ. ഇതിന്റെ ഇതാണ്ടേ, ഇതല്ലേ അതിന്റെ സെന്റർ. അപ്പൊ ഈ സെന്റർ, ഇതാണ് എന്റെ സെന്റർ. അപ്പൊ ഇതെന്റെ ഈ സെന്ററിന് എന്താ പറയുക? സെന്റർ ഓഫ് മാസ്. അപ്പൊ സെന്റർ ഓഫ് മാസ് വഴി ഒരു ആക്സിസ് എടുക്കുക. സെന്റർ ഓഫ് മാസ് വഴി ഒരു ആക്സിസ് എടുക്കുക. ഈ ആക്സിസിനെ ബേസ് ചെയ്ത് നിങ്ങൾക്ക് ഇതിനെ കറക്കിക്കൂടെ? ആ ആക്സിസിനെ ബേസ് ചെയ്തിട്ട് നിങ്ങൾക്ക് ഇതിനെ കറക്കിക്കൂടെ? കറക്കാം. കറക്കുമ്പോഴുള്ള മൊമെന്റ് ഓഫ് ഇനർഷ്യയുടെ ആൻസർ ഐ ആണ്. ഓക്കെ, അപ്പോ ഇതൊരു റിംഗ് ആണ്. ഏതെങ്കിലും ഒരു ബോഡി, ഈ ബോഡിയുടെ സെന്റർ ഓഫ് മാസ് ആണിത്. സെന്റർ ഓഫ് മാസിൽ കൂടെ ഒരു ആക്സിസ് എടുക്കുക. ഈ ആക്സിസിനെ ബേസ് ചെയ്ത് ഇതിനെ നിങ്ങൾക്ക് കറക്കാൻ പറ്റും. അപ്പോൾ ഈ ആക്സിസ് വഴിയുള്ള മൊമെന്റ് ഓഫ് ഇനർഷ്യ ഞാൻ നിങ്ങൾക്ക് തരുന്നു. നോക്കൂ, നിങ്ങളായോണ്ട് തരികയാണ്. അപ്പോൾ വാട്ട് ഈസ് എ മൊമെന്റ് ഓഫ് ഇനർഷ്യ? ഐ ആണ്. ഇനി ഇതാ ഇവിടെ ഞാൻ വേറൊരു ഈർക്കിൽ വെച്ചൊട്ടിക്കുകയാണ്. ഈ ആക്സിസിന് പാരലായിട്ട് ഒരു ഈർക്കിൽ വെച്ചൊട്ടിക്കുന്നു. ഓക്കെ, ഒട്ടിച്ചു. ഈ ആക്സിസ് വഴി എനിക്ക് കറക്കണമെന്നാണ് എൻ്റെ ആഗ്രഹം. അപ്പൊ മുട്ടിയിരിക്കുകയാണ്, എനിക്ക് കറക്കിക്കൊള്ളാൻ വയ്യാതിരിക്കുകയാണ്. അപ്പോൾ ഈ ആക്സിസ് വഴിയുള്ള മൊമെന്റ് ഓഫ് ഇനർഷ്യ ഞാൻ ICM എന്ന് വിളിക്കാം. എന്തെന്ന് വിളിക്കാം? ICM. ഇനി ഈ ആക്സിസ് വഴി എനിക്ക് കറക്കണമെന്നാണ് എൻ്റെ ആഗ്രഹം. ഈ ആക്സിസ് വഴിയുള്ള മൊമെന്റ് ഓഫ് ഇനർഷ്യ എനിക്ക് കാണണം. ഓക്കെ, ഇനി ഈ റിങ്ങിന്റെ മാസ് m ആണ്. റിങ്ങിന്റെ മാസ് m ആണ്. രണ്ട് ആക്സിസ് തമ്മിലുള്ള ഈ ദൂരത്തിനെ a എന്ന് വിളിക്കാം. എന്തെന്ന് വിളിക്കാം? a. അങ്ങനെയാണെങ്കിൽ I കാണാൻ വേണ്ടി I is equal to ICM plus m×a² എടുത്താൽ മതിയാകും. ഈ തിയറത്തിനെ പറയുന്ന പേരാണ് പാരലൽ ആക്സിസ് തിയറം. മറന്നുപോയി, അതുകൊണ്ട് ഞാൻ ഒന്നും കൂടെ പറയാം. നമുക്ക് ഏതെങ്കിലും ഒരു ബോഡി എടുക്കാം. ഞാനിപ്പോൾ എക്സാമ്പിളായിട്ട് ഞാനൊരു റിങ് എടുത്തു. അപ്പൊ ഞാനൊരു റിങ് എടുത്തു. ഓക്കെ, അപ്പൊ ഈ റിങ് ഇവിടെ ഇരിക്കുകയാണ്. ഈ റിങ്ങിന്റെ സെന്റർ ഓഫ് മാസ് ആണിത്. ഈ സെന്റർ ഓഫ് മാസ് വഴി ഒരു ആക്സിസ് എടുക്കൂ നിങ്ങൾ. ഓക്കെ, ഈ ആക്സിസിനെ ബേസ് ചെയ്ത് നിങ്ങൾക്ക് ഇതിനെ കറക്കാം. കറക്കുമ്പോഴുള്ള മൊമെന്റ് ഓഫ് ഇനർഷ്യ എത്രയാണെന്ന് ഞാൻ നിങ്ങൾക്ക് പറഞ്ഞുതരാം. എത്രയാ? ICM ആണ്. എത്രയാ? ICM. ഓക്കെ, ഈ ആക്സിസ് വഴി കറക്കിയാലുള്ള മൊമെന്റ് ഓഫ് ഇനർഷ്യ ICM ആണ്. ഇനി
ഞാൻ ഇത് ഈ ആക്സിസിന് പാരലായിട്ട് ഈ ഒരു പോയിന്റിൽ കൂടെ വേറൊരു ആക്സിസ് എടുക്കും. ഓക്കെ, ഈ ആക്സിസിന് പാരലായിട്ട് വേറെ ആക്സിസ് എടുക്കുന്നു. ഈ ആക്സിസ് വഴി എനിക്ക് കറക്കണമെന്നാണ് ആഗ്രഹം. ഈ ആക്സിസ് വഴിയുള്ള മൊമെന്റ് ഓഫ് ഇനർഷ്യ എത്രയെന്ന് എനിക്ക് കണ്ടുപിടിക്കണമെന്നാണ് ആഗ്രഹം. ഇനി ഈ രണ്ട് ആക്സിസ് തമ്മിലുള്ള ദൂരം എ ആണെന്നിരിക്കട്ടെ. അങ്ങനെയാണെങ്കിൽ ഐ കാണാൻ പറഞ്ഞാൽ ICMന്റെ കൂടെ പ്ലസ് ഈ റിങ്ങിന്റെ മാസ് ആണ് എം ഇൻറ്റു എ സ്ക്വയർ ആഡ് ചെയ്താൽ മതിയാകും. ഈ തിയറത്തിനെ പറയുന്ന പേരാണ് പാരലൽ ആക്സിസ് തിയറം. അപ്പൊ എന്താണ് പാരലൽ ആക്സിസ് തിയറം അപ്ലൈ ചെയ്യണമെങ്കിൽ എന്ത് വേണം? നമ്മുടെ കയ്യിൽ ഒരു ബോഡി വേണം. ആ ബോഡിയുടെ ഏത് വഴിയുള്ള ആക്സിസ് വേണം? ഏത് വഴിയുള്ള ആക്സിസ് ആദ്യം കൺസിഡർ ചെയ്യണം? സെന്റർ ഓഫ് മാസ് വഴിയുള്ള ഒരു ആക്സിസ് കൺസിഡർ ചെയ്യണം. ആ ആക്സിസ് വഴിയുള്ള മൊമെന്റ് ഓഫ് ഇനർഷ്യയുടെ ആൻസർ അറിഞ്ഞേ പറ്റൂ. ഇനി ആ ആക്സിസിന് പാരലായിട്ട് വേറൊരു ആക്സിസിൽ കൂടെ ബോഡിയെ കറക്കുമ്പോൾ ഉള്ള മൊമെന്റ് ഓഫ് ഇനർഷ്യ കാണാൻ എന്ത് ചെയ്യണം? ICMന്റെ കൂടെ MA സ്ക്വയർ ആഡ് ചെയ്യുക. ഈ തിയറത്തിനെ പറയുന്ന പേരാണ് പാരലൽ ആക്സിസ് തിയറം. അതൊക്കെ നമുക്ക് അപ്ലൈ ചെയ്ത് കാണിച്ചു തരാം. ഇനി അടുത്തത് പെർപെൻഡിക്കുലർ ആക്സിസ് തിയറം. ഓർമ്മയുണ്ടോ? പെർപെൻഡിക്കുലർ ആക്സിസ് തിയറം. ഈ പെർപെൻഡിക്കുലർ ആക്സിസ് തിയറം അപ്ലൈ ചെയ്യുന്നത് ലാമിനയിൽ മാത്രമാണ്. എവിടെയാണ്? ലാമിന. ഇത് ഏത് ബോഡിയിലും അപ്ലൈ ചെയ്യാം, മറ്റത് ലാമിനയ്ക്ക് മാത്രമേ അപ്ലൈ ആവൂ. അപ്പൊ നമുക്ക് ഒരു ലാമിന എടുക്കാം. എന്താണ്? ഒരു സർക്കുലാർ ലാമിന എടുക്കാം. നമ്മുടെ ഡിസ്ക് തിൻ ഡിസ്ക് ആണ്. അപ്പൊ ഒരു സർക്കുലാർ ലാമിനയായി. ഓക്കെ, ഇനി നോക്കൂ, ഇതിന്റെ നമുക്ക് ഇതല്ലേ ഇതിന്റെ സെന്റർ ഓഫ് മാസ്. ഈ സെന്റർ ഓഫ് മാസ് വഴി ഒരു ആക്സിസ് ഉണ്ട്. ഈ ആക്സിസ് എന്ന് പറയുന്നത് ഏതാണ്ട് ഈ പേനയാണ്. ഈ ആക്സിസ്. അപ്പൊ ഇങ്ങനെ ഒരു ആക്സിസ് ഇരിക്കുകയാണ്. അപ്പൊ ഈ ആക്സിസ് ഞാൻ ഇങ്ങനെ വരച്ച് കാണിക്കാൻ പറ്റാത്ത ഞാൻ ഡോട്ടഡ് ലൈൻ ഇട്ട് കാണിക്കാം. ഇപ്പൊ ഈ ആക്സിസ് വഴി എനിക്ക് ഇതിനെ വേണമെങ്കിൽ കറക്കുമ്പോഴുള്ള മൊമെന്റ് ഓഫ് ഇനർഷ്യ എനിക്ക് അറിയാം. ആ മൊമെന്റ് ഓഫ് ഇനർഷ്യയാണ് I. ഓക്കെ, കുഴപ്പമില്ല. അപ്പൊ ഇത് ഒരു എന്താണ്? ഒരു ലാമിനയാണ്. ഈ ലാമിനയുടെ സെന്റർ ഓഫ് മാസ് ആണിത്. ഓക്കെ, ഇനി അപ്പൊ ഇതിന്റെ ഈ പോയിന്റ് വഴി എന്താണ്? ഈ പ്ലെയിനിന് പെർപെൻഡിക്കുലർ ആയിട്ട് ഒരു ആക്സിസ് ഉണ്ട്. അപ്പൊ ഒരു പ്ലെയിനിന് പെർപെൻഡിക്കുലർ ആയിട്ട് ഒരു ആക്സിസ് ഉണ്ട്. അപ്പൊ ഇതാണ് നമ്മുടെ ആക്സിസ്. ഈ ആക്സിസ് വഴിയുള്ള മൊമെന്റ് ഓഫ് ഇനർഷ്യ I ആണെന്ന് ഇരിക്കട്ടെ. ഇനി നിങ്ങളൊരു ഈർക്കിൽ ഇവിടെ ഒട്ടിച്ചുപോയി, ഈ പ്ലെയിനിൽ ഒട്ടിച്ചുപോയി. ഈ ഈർക്കിൽ വഴി ഇതിനെ കറക്കിക്കൂടെ? കറക്കുമ്പോൾ ഉള്ള മൊമെന്റ് ഓഫ് ഇനർഷ്യ IX ആണെന്നിരിക്കട്ടെ. ഒരു ഈർക്കിൽ ഇതിന് പെർപെൻഡിക്കുലർ ആയിട്ട് ഇങ്ങനെയും കൂടെ ഒട്ടിച്ചുപോയി ഈ പ്ലെയിനിൽ. അതുവഴിയും കറക്കിക്കൂടെ? അതുവഴിയുള്ള മൊമെന്റ് ഓഫ് ഇനർഷ്യ IY ആണെന്നിരിക്കട്ടെ. അങ്ങനെയാണെങ്കിൽ IXും IYയും കൂടെ ആഡ് ചെയ്താൽ I കിട്ടിയിരിക്കും. ഈ തിയറത്തിനെ പറയുന്ന പേരാണ് പെർപെൻഡിക്കുലർ ആക്സിസ് തിയറം. അപ്പൊ ഞാൻ പെർപെൻഡിക്കുലർ ആക്സിസ് തിയറം കാര്യം ഒന്നുകൂടെ പറയാം. നമ്മുടെ കയ്യിൽ ഒരു പ്ലെയിൻ ലാമിന ഉണ്ട്. ആ പ്ലെയിൻ ലാമിനയിൽ മ്യൂച്വലി പെർപെൻഡിക്കുലർ ആയിട്ടുള്ള രണ്ട് ആക്സിസ് ഉണ്ട്. ഈ രണ്ട് ആക്സിസ് വഴിയുള്ള മൊമെന്റ് ഓഫ് ഇനർഷ്യ എനിക്കറിയാം. ഒന്ന് IXും ഒന്ന് IY ആണ്. ഇനി ഈ രണ്ട് ആക്സിസും കൂടെ മീറ്റ് ചെയ്യുന്ന പോയിന്റ് ആണ് ഇത്. അവിടെ ഈ പ്ലെയിനിന് പെർപെൻഡിക്കുലർ ആയിട്ട് വേറൊരു ആക്സിസ് ഉണ്ട്. ആ ആക്സിസ് വഴിയുള്ള മൊമെന്റ് ഓഫ് ഇനർഷ്യ കാണാൻ പറഞ്ഞാൽ ഈ IXും IYയും കൂടെ ആഡ് ചെയ്യണമെന്നാണ് പറഞ്ഞത്. ഒന്നും കൂടെ ഞാൻ പറയാം. നമ്മുടെ കയ്യിൽ എന്തുകൊണ്ട്? ഒരു പ്ലെയിൻ ലാമിന ഉണ്ട്. അതിൽ ആ ലാമിനയുടെ ആ പ്ലെയിനിൽ രണ്ട് മ്യൂച്വലി പെർപെൻഡിക്കുലർ ആയിട്ടുള്ള ആക്സിസ് ഉണ്ട്. ഈ ആക്സിസ് വഴിയുള്ള ഏതൊഴി വേണമെങ്കിലും ഇതിനെ നമുക്ക് കറക്കുമ്പോൾ ഉള്ള മൊമെന്റ് ഓഫ് ഇനർഷ്യകൾ IXും IY ആണെന്നിരിക്കട്ടെ. ഈ രണ്ട് ആക്സിസും കൂടെ മീറ്റ് ചെയ്യുന്ന ഈ സ്ഥലത്ത് ഈ പ്ലെയിനിന് പെർപെൻഡിക്കുലർ ആയിട്ട് ഒരു ആക്സിസ് ഉണ്ടെന്നിരിക്കട്ടെ. അതുവഴി കറക്കുമ്പോൾ ഉള്ള മൊമെന്റ് ഓഫ് ഇനർഷ്യ കാണാൻ വേണ്ടി IXും IYയും കൂടെ ആഡ് ചെയ്താൽ മതി. ഈ തിയറത്തിനെ പറയുന്ന പേരാണ് പെർപെൻഡിക്കുലർ ആക്സിസ് തിയറം. അപ്പൊ അതിന്റെയും ആപ്ലിക്കേഷൻ നമുക്ക് പഠിക്കാനുണ്ട്. ആ സമയത്ത് ഞാനത് പറഞ്ഞോളാം. ഓക്കെ, കുഴപ്പമൊന്നുമില്ലല്ലോ. ഇനി നമുക്ക് ഓരോന്നായിട്ട് ചെയ്തെടുക്കാം. ആദ്യം നമ്മൾ ചെയ്യാൻ പോകുന്നത് ഏതാ? റിങ്ങിനെയാണ്. ഓർമ്മയുണ്ടോ? ഡെറിവേഷൻ എല്ലാം ഓർമ്മയുണ്ടോ നിങ്ങൾക്ക്? നോക്കൂ, എന്റെ കസ്റ്റഡിയിൽ ഒരു റിംഗ് ഉണ്ടേ. റിംഗ് ആണ്. റിംഗ് താണ്ടെ ഇങ്ങനെ ഇരിക്കുകയാണ്. ഇങ്ങനെ ഓക്കെ. അപ്പൊ ഇങ്ങനെ ഇരിക്കുകയാണ്. അപ്പൊ ഇങ്ങനെയാണ് ഇരിക്കുന്നത്. ഓക്കെ, അപ്പൊ റിംഗ് ഇങ്ങനെ ഇരിക്കുകയാണ്. ഇങ്ങനെ ആ റിങ്ങിനെ വരയ്ക്കുകയാണ് ഞാൻ. അപ്പൊ ഇതാണ് എന്റെ റിംഗ്. ഓക്കെ, അപ്പൊ റിംഗ് ഇരിക്കുന്നത് എങ്ങനെയാണ്? ഇതുപോലെ. അപ്പൊ അങ്ങനെ ഇരിക്കുകയാണ്. ഇതതിന്റെ സെന്റർ ആണ്. ഈ ആക്സിസ് വഴി എനിക്കിതിനെ കറക്കാം. ഈ ആക്സിസ് വഴിയുള്ള ഇത് മെയിൻ ആക്സിസ് അല്ലേ? ഈ ആക്സിസ് എന്റെ സെന്ററിൽ കൂടെ പാസ് ചെയ്യുന്നു. അതിന്റെ ആ പ്ലെയിനിന് പെർപെൻഡിക്കുലർ ആണ്. അപ്പോ ആക്സിസ് പെർപെൻഡിക്കുലർ ടു പ്ലെയിൻ.
ആൻഡ് ത്രൂ സെന്റർ ആണ്. അതിന്റെ സെന്ററിൽ കൂടെ പോകുന്ന ആക്സിസ് ആണ് അല്ലേ. ഇനി അതിന്റെ പ്ലെയിനിന് പെർപെൻഡിക്കുലർ ആണ്. ആക്സിസ് വഴി കറക്കുമ്പോഴുള്ള മൊമെന്റ് ഓഫ് ഇനർഷ്യയുടെ ആൻസർ എത്രയെന്ന് നിങ്ങൾക്ക് അറിയാം. എത്രയാ? mr². പഠിച്ചല്ലേ? പഠിച്ച മൊമെന്റ് ഓഫ് ഇനർഷ്യ mr². m എന്ന് പറഞ്ഞാൽ റിങ്ങിന്റെ മാസ്, r എന്ന് പറയുന്നത് ഇതിന്റെ റേഡിയസ് ആണ്. ഇതിനകത്ത് ഡൗട്ട് ഒന്നും ഇല്ലല്ലോ, ഇതെല്ലാവർക്കും അറിയാന്നുള്ള ഒരു ഇക്വേഷൻ ആണ്. എന്താ എന്റെ കസ്റ്റഡിയിലുള്ളത്? ഒരു റിംഗ് ആണ്. അതിന്റെ സെന്ററിൽ കൂടെ അതിന്റെ പ്ലെയിനിന് പെർപെൻഡിക്കുലർ ആയിട്ട് ഒരു ആക്സിസ് വഴി അതിനെ കറക്കുമ്പോൾ മൊമെന്റ് ഓഫ് ഇനർഷ്യ ബൈ ഹാർട്ട് ആണ്. എന്താണ്? I = mr². ഇതിൽ ഡൗട്ട് ഇല്ല. ഇനി ഞാൻ ചെയ്യാൻ പോകുന്നത് ഇതിന്റെ വേറൊരു ആക്സിസ് വഴിയുള്ള ഇതാണ് ചെയ്യാൻ പോകുന്നത്. ടാൻജന്റ് പെർപെൻഡിക്കുലർ ടു ദ പ്ലെയിൻ ആണ് ചെയ്യാൻ പോകുന്നത്. നോക്കൂ, നമ്മുടെ സെയിം റിംഗ് ആണ്, ഇപ്പൊ ഇരുന്നത് പോലെ തന്നെ ഇരിക്കുകയാണ്. ഇതതിന്റെ സെന്റർ ഓഫ് മാസ് ആണെന്ന് നിങ്ങൾക്ക് അറിയാം. ഇതുവഴിയുള്ള മൊമെന്റ് ഓഫ് ഇനർഷ്യ എനിക്കറിയാം. എത്ര? ഞാൻ എന്താ വിളിക്കുകനെ? ICM എന്നാണ് വിളിക്കുന്നത്. ആ ആക്സിസ് വഴിയുള്ള മൊമെന്റ് ഓഫ് ഇനർഷ്യ ICM എന്നേ എനിക്ക് വിളിക്കാൻ പറ്റൂ. ICMന്റെ ആൻസർ എനിക്കറിയാം. എത്രയാ? mr² ആണ്. ഇതെനിക്കറിയാം. ഇനി ഇതിന് പാരലായിട്ട് ദാ ഇവിടെ കൂടെ ഒരു ഈർക്കിൽ ഒട്ടിക്കുന്നു. ഇതെന്ന് പറയുന്നത് ഒരു ടാൻജന്റ് അല്ലേ? ടാൻജന്റ് അല്ലേ? ടാൻജന്റ് എന്ന് പറയുന്നത് ഈ റിംഗ് ഇങ്ങനെ ഇരിക്കുകയാണ്. റിംഗിന്റെ ഈ പ്ലെയിനിന് പെർപെൻഡിക്കുലർ ആണ്. അപ്പൊ ടാൻജന്റ് പെർപെൻഡിക്കുലർ ടു പ്ലെയിൻ. ഈ ആക്സിസ് വഴിയുള്ള മൊമെന്റ് ഓഫ് ഇനർഷ്യ എനിക്ക് കണ്ടുപിടിക്കണം. ഐയുടെ ആൻസർ എനിക്ക് കണ്ടുപിടിക്കണം. ഈ രണ്ട് ആക്സിസും തമ്മിലുള്ള ദൂരത്തിനെ എ എന്നാണ് വിളിക്കുന്നത്. എ ഇവിടെ r ആണെന്ന് നമുക്കറിയാം. അപ്പൊ ഞാൻ ഒന്നുകൂടെ പറയാം. നമ്മുടെ റിംഗ് ഇവിടെ ഇരിപ്പുണ്ട്. റിംഗിന്റെ സെന്ററിൽ കൂടെ അതിന്റെ പ്ലെയിനിന് പെർപെൻഡിക്കുലർ ആയിട്ടുള്ള ആക്സിസ് ആണ്. ഈ ആക്സിസ് വഴിയുള്ള മൊമെന്റ് ഓഫ് ഇനർഷ്യ ICM എന്നാണ് പേര്. അതിന്റെ ആൻസർ mr² ആണെന്ന് നമുക്കറിയാം. ഇനി ഇവിടെ ഒരു ഈർക്കിൽ ഒട്ടിച്ചു വയ്ക്കുന്നു. ആ ഈർക്കിൽ എന്ന് പറയുന്നത് ഇങ്ങനെയാണ് ഇരിക്കുന്നത്. അതിന്റെ പ്ലെയിനിന് പെർപെൻഡിക്കുലർ ആണ്. അപ്പൊ അതൊരു ടാൻജന്റ് പെർപെൻഡിക്കുലർ ടു ദ പ്ലെയിൻ ആണ്. ഈ ഈർക്കിൽ വഴി കറക്കിയാലുള്ള മൊമെന്റ് ഓഫ് ഇനർഷ്യ എനിക്ക് കണ്ടുപിടിക്കണം. I കണ്ടുപിടിക്കണം. എന്ത് ചെയ്യും? I കാണാൻ എന്താണ് ഇക്വേഷൻ? I = ICM + ma² എന്നാണ് പാരലൽ ആക്സിസ് തിയറം പറയുന്നത് അല്ലേ. അപ്പൊ I = പറഞ്ഞോ, ICM ന്റെ ആൻസർ mr² എന്നാണ്. പ്ലസ് m × ഇവിടെ a എന്താന്ന് പറയൂ? r ആണ്. അപ്പൊ mr². അപ്പൊ mr² + mr² എത്രയായി? 2mr² ആയി. എത്രയായി? 2mr². So what is the moment of inertia of ring about a tangent perpendicular to the plane? Answer 2mr². ഇത് മനസ്സിലായി. ഇനി അടുത്തത് നമ്മൾ പറയാൻ പോകുന്നത് അടുത്ത ഒരു ആക്സിസ് ആണ്, ഡയമീറ്റർ ആണ്. നോക്കൂ, നിങ്ങളുടെ റിങ് ഈ ബോർഡിൽ ഇരിക്കുകയാണേ. ഇപ്പൊ നിങ്ങളുടെ റിങ് ആണ് ഇപ്പൊ ഇരിക്കുന്നത് ഇങ്ങനെയാണ്. ഇങ്ങനെ ഓക്കെ, ബോർഡിൽ ഇങ്ങനെ ഇരിക്കുകയാണ്. ഇതിന്റെ ഇവിടെ എന്റെ പേന ഇങ്ങനെ വെക്കട്ടെ. ഓക്കെ, ഇതിങ്ങനെ വരയ്ക്കാൻ പറ്റാത്തതുകൊണ്ട് ഞാൻ ഇങ്ങനെ വരയ്ക്കാം. ഓക്കെ, അപ്പൊ ഈ ആക്സിസ് വഴിയുള്ള മൊമെന്റ് ഓഫ് ഇനർഷ്യ എനിക്കറിയാം. ഈ ആക്സിസ് വഴിയുള്ള മൊമെന്റ് ഓഫ് ഇനർഷ്യ ആൻസർ പറ. ഈ ആക്സിസ് വഴിയുള്ള മൊമെന്റ് ഓഫ് ഇനർഷ്യയുടെ ആൻസർ mr². ഓക്കെ, അതെനിക്കറിയാം. ഇനി ഞാൻ ഇതിൽ രണ്ട് ഈർക്കിൽ ഇങ്ങനെ ഒട്ടിക്കുന്നു. ഒരു ഈർക്കിൽ ഇങ്ങനെ ഒട്ടിക്കുന്നു, ഒരു ഈർക്കിൽ ഇങ്ങനെ ഒട്ടിക്കുന്നു. ഇത് രണ്ടും ഡയമീറ്റേഴ്സ് അല്ലേടെ. ഇത് ഏത് ഈർക്കിൽ വെച്ച് വേണമെങ്കിലും എനിക്കിതിനെ റൊട്ടേറ്റ് ചെയ്യാം. ഇതുവഴിയുള്ള മൊമെന്റ് ഓഫ് ഇനർഷ്യയാണ് IX. ഇതുവഴിയുള്ള മൊമെന്റ് ഓഫ് ഇനർഷ്യയാണ് IY അല്ലേ. ഇത് രണ്ടും ഡയമീറ്റേഴ്സ് ആയതുകൊണ്ട് ഇത് രണ്ടിന്റെ ആൻസർ സെയിം ആയിരിക്കും. അപ്പൊ ഇതിനെ ID എന്ന് വിളിക്കാം, ഇതിനെയും ID എന്ന് വിളിക്കാം. ഇനി ഞാൻ പെർപെൻഡിക്കുലർ ആക്സിസ് തിയറം ഉപയോഗിക്കാൻ പോവാണ്. I കാണാൻ എന്ത് ചെയ്യുമെന്നാണ് പഠിപ്പിച്ചാൻ? IX ഉം IY ഉം കൂടെ ആഡ് ചെയ്യുമെന്നല്ലേ പഠിപ്പിച്ചേ. അപ്പൊ I കാണാൻ IXന്റെ ആൻസർ എന്താ? ID പ്ലസ് IYയുടെ ആൻസർ എന്താണ്? ID. അപ്പൊ I = എന്തായി? 2ID എന്നായി അല്ലേ. ഇനി ഐയുടെ വാല്യൂ എന്താ? ഐയുടെ വാല്യൂ എന്താണ്? mr². mr². ഇനി ഇതിനകത്ത് നിന്ന് ID എങ്ങനെ കാണുമെന്ന് പറയൂ. ID = mr² / 2 എന്നല്ലേ. അപ്പൊ മൊമെന്റ് ഓഫ് ഇനർഷ്യ അബൌട്ട് ഡയമീറ്റർ കിട്ടി. അപ്പൊ മൊമെന്റ് ഓഫ് ഇനർഷ്യ അബൌട്ട് ഡയമീറ്റർ എത്രയാ? മൊമെന്റ് ഓഫ് ഇനർഷ്യ അബൌട്ട് ഡയമീറ്റർ കാണാൻ mr² / 2. അപ്പൊ ഞാൻ ഒന്നും കൂടെ പറയാം. നമ്മുടെ റിംഗ് ആണ്. ഇപ്പൊ ഇത് ഇങ്ങനെ ഇരിക്കുകയാണ്. അപ്പൊ ബോർഡിൽ ഇങ്ങനെ വെച്ചിരിക്കുന്നു. ഇതിന്റെ സെന്ററിൽ കൂടെ ഇങ്ങനെയുള്ള ആക്സിസ് ആണ് ഞാൻ എടുത്തത്. ആ ആക്സിസ് വഴിയുള്ള മൊമെന്റ് ഓഫ് ഇനർഷ്യ നിങ്ങൾക്ക് അറിയാം. എത്രയാ? ആക്സിസിനാണ് ഈ വരച്ചിരിക്കുന്നത് ഡോട്ടഡ് ആയിട്ട്. എത്രയാ? mr² ആണ്. ഓക്കെ, ഇനി ഈ ഇതില് ഇങ്ങനെ ഒരു ഈർക്കിൽ ഒട്ടിക്കാം, ഇങ്ങനെ ഒരു ഈർക്കിൽ ഒട്ടിക്കാം. ഇതിൽ ഏത് വെച്ച് വേണോ നിങ്ങൾക്ക് ഇതിനെ കറക്കാം. ഈ രണ്ട് വഴിയുള്ള മൊമെന്റ് ഓഫ് ഇനർഷ്യ, ഇത് വഴിയുള്ള മൊമെന്റ് ഓഫ് ഇനർഷ്യ IX, അതുവഴിയുള്ള മൊമെന്റ് ഓഫ് ഇനർഷ്യ IY. ഇത് രണ്ടിന്റെ ആൻസർ സെയിം ആയിരിക്കും, കാരണം രണ്ട് ഡയമീറ്റർ ആണ്. അപ്പൊ ഇതും ID, അതും ID.
ഇനി പെർപെൻഡിക്കുലർ ആക്സിസ് തിയറം പ്രകാരം ഐ എക്സും ഐ ഒയും കൂടെ ആഡ് ചെയ്യുമ്പോൾ ഐയുടെ ആൻസർ കിട്ടൂലേ? അപ്പൊ അതാണ് എഴുതിയ ഐ ഈസ് ഈക്വൽ ടു ഐ എക്സ് പ്ലസ് ഐ ഒ. ഇതിനകത്ത് ഐയുടെ വാല്യൂ എത്രയാ? എം ആർ സ്ക്വയർ. അപ്പൊ ഇതും ഐ ഡി ഇതും ഐ ഡി, അപ്പൊ 2ID. അപ്പൊ ഇതിൽ നിന്ന് ഐ ഡി കാണാൻ എം ആർ സ്ക്വയർ ഡിവൈഡഡ് ബൈ 2. അപ്പൊ ഇതിൽ നിന്ന് നമുക്ക് കിട്ടുന്ന ഒരു റിസൾട്ട് ഉണ്ട്. മെയിൻ ആക്സിസ് വഴിയുള്ള മൊമെന്റ് ഓഫ് ഇനർഷ്യ എം ആർ സ്ക്വയർ അല്ലേ? അതിന്റെ പകുതിയായിരിക്കും ഡയമീറ്റർ വഴിയുള്ള മൊമെന്റ് ഓഫ് ഇനർഷ്യ. ബൈ ഹാർട്ട് ചെയ്ത് വെച്ചോണം. മെയിൻ ആക്സിസ് വഴിയുള്ള മൊമെന്റ് ഓഫ് ഇനർഷ്യയുടെ ഹാഫ് ആയിരിക്കും ഡയമീറ്റർ വഴിയുള്ള മൊമെന്റ് ഓഫ് ഇനർഷ്യ. ഇനി അടുത്ത വീണ്ടും നമ്മുടെ റിങ് വീണ്ടും ഈ പഴയതുപോലെ ഇങ്ങനെ വയ്ക്കുകയാണ്. അതുപോലെ അല്ല, ഇങ്ങനെ വയ്ക്കുകയാണ്. ഇങ്ങനെ ഓക്കെ. റിങ് ഇങ്ങനെ നിൽക്കുകയാണ്. അപ്പൊ ഇതാണ് റിങ്. നമ്മുടെ ഇതിന്റെ നമുക്ക് ഏതാണ് ഇനി കണ്ടുപിടിക്കേണ്ട? വേണ്ട, ഇങ്ങനെ വയ്ക്കണ്ട, നമുക്ക് ഇങ്ങനെ വയ്ക്കാം. ഇങ്ങനെ തന്നെ വയ്ക്കേ, ഇങ്ങനെ തന്നെ വയ്ക്കാം. ഓക്കെ, റിങ് ഇങ്ങനെ തന്നെ ഇരുന്നോട്ടെ. ഇതെന്താണ് സാധനം? സെന്റർ ഓഫ് മാസ് അല്ലേ? ഈ സെന്റർ ഓഫ് മാസ് വഴി ഞാനൊരു ആക്സിസ് എടുക്കട്ടെ. ഈ ആക്സിസ് വഴി വേണമെങ്കിൽ ഇതിനെ കറക്കിക്കൂടെ? അപ്പൊ ഈ ആക്സിസ് വഴി എനിക്ക് വേണമെങ്കിൽ ഇതിനെ കറക്കാം. ഓക്കെ, ഈ ആക്സിസ് വഴിയുള്ള മൊമെന്റ് ഓഫ് ഇനർഷ്യ എന്താണ് പേര്? ICM എന്നാണ് പേര്. ഈ ആക്സിസ് എന്ന് പറഞ്ഞാൽ ഡയമീറ്റർ അല്ലേ? അതുവഴിയുള്ള മൊമെന്റ് ഓഫ് ഇനർഷ്യ ഇപ്പൊ അങ്ങോട്ട് കണ്ടുപിടിച്ചല്ലേ ഉള്ളൂ. എത്ര? mr²/2 ആണ്. അപ്പൊ ഈ ആക്സിസ് വഴിയുള്ള മൊമെന്റ് ഓഫ് ഇനർഷ്യയാണ് ICM. ആ ICMന്റെ ആൻസർ നമുക്കറിയാം എത്രയാണ്? mr²/2 ആണ്. എനിക്ക് ഇവിടെ ആയിട്ട് ഒരു ഈർക്കൽ ഒട്ടിക്കണം. ഈ ഈർക്കൽ എന്ന് പറയുന്ന ഒരു ടാൻജന്റ് അല്ലേ? ടാൻജന്റ് ഇൻ ദ സെയിം പ്ലെയിൻ അല്ലേ? പെർപെൻഡിക്കുലർ ടു പ്ലെയിൻ അല്ല, ടാൻജന്റ് ഇൻ ദ പ്ലെയിൻ. എന്താണ്? ടാൻജന്റ് ഇൻ ദ പ്ലെയിൻ ആണ്. ടാൻജന്റ് ഇൻ ദ പ്ലെയിൻ ആണ്. അപ്പൊ ഈ ആക്സിസ് വഴിയുള്ള മൊമെന്റ് ഓഫ് ഇനർഷ്യ കാണണമെന്നാണ് എന്റെ ആഗ്രഹം. ഈ രണ്ട് ആക്സിസ് തമ്മിലുള്ള ദൂരം എന്താണ്? A ആണ്. A ഇവിടെ R അല്ലേ? ഇനി I കാണാൻ എന്താണ് വഴി? I കാണാൻ എന്താണ് വഴി? ICM-ഉം പറഞ്ഞോ MA² കൂടെ ആഡ് ചെയ്യും. അപ്പൊ I ഈക്വൽ ടു ICM-ന്റെ ആൻസർ എത്രയാ? mr²/2. mr²/2 പ്ലസ് M ഇൻറ്റു പറഞ്ഞോ M ഇൻറ്റു A² എന്ന് പറഞ്ഞാൽ R². ബുദ്ധിമുട്ടുണ്ടോ? അപ്പൊ അര mr², ഒരു mr² കൂടെ 1.5 mr². എങ്ങനെ എഴുതും? 3/2 mr². അപ്പൊ എന്തിന്റെ ആൻസർ കിട്ടി? മൊമെന്റ് ഓഫ് ഇനർഷ്യ എബൌട്ട് എ ടാൻജന്റ് ഇൻ ദ പ്ലെയിൻ കിട്ടി. അപ്പൊ ഞാൻ ഒന്നുകൂടെ പറയാം. ഇത് നമ്മുടെ റിങ് ഇങ്ങനെ തന്നെ ഇരിക്കുകയാണ്. ഇനി ഇതതിന്റെ സെന്റർ ഓഫ് മാസ് ആണ്. ഇതുവഴി ഇങ്ങനെ ഒരു ആക്സിസ് എടുക്കാം. ഈ ആക്സിസ് വഴി വേണമെങ്കിൽ നമുക്ക് അതിനെ കറക്കാം. ഈ ആക്സിസ് വഴിയുള്ള മൊമെന്റ് ഓഫ് ഇനർഷ്യ എന്താണെന്ന് നമുക്ക് അറിഞ്ഞൂടെ? ഇത് ഡയമീറ്റർ അല്ലേ സാധനം? അപ്പൊ അതുവഴിയുള്ള മൊമെന്റ് ഓഫ് ഇനർഷ്യ mr²/2 ആണ്. ഇനി ഇതിന് പാരലായിട്ട് ഇവിടെ ഒരു ടാൻജന്റ് വരച്ചു. ഓക്കെ, കുഴപ്പമില്ലല്ലോ. ഇതുവഴി എനിക്ക് കറക്കുമ്പോഴുള്ള മൊമെന്റ് ഓഫ് ഇനർഷ്യ എത്രയെന്ന് കണ്ടുപിടിക്കണം. ഈ ദൂരം A ആണ്, അത് R അല്ലേ? അപ്പൊ I കാണാൻ എന്താ വഴി? ICM പ്ലസ് MA² എന്നല്ല ഇക്വേഷൻ. I ഈക്വൽ ടു ICM-ന്റെ ആൻസർ എത്രയാ? mr²/2 പ്ലസ് M ഇൻറ്റു A² R². അപ്പൊ അര mr², ഒരു mr² കൂടെ 1.5 mr², അതായത് 3/2 mr². അപ്പൊ എത്ര ഇക്വേഷൻ കിട്ടി? 4 എണ്ണം കിട്ടിയോ? അപ്പൊ ഓർത്ത് വയ്ക്കൂ, മെയിൻ ആക്സിസ് വഴിയുള്ള മൊമെന്റ് ഓഫ് ഇനർഷ്യ എത്ര? mr². ഡയമീറ്റർ വഴിയുള്ള മൊമെന്റ് ഓഫ് ഇനർഷ്യ എത്ര? അതിന്റെ പകുതി. അപ്പൊ ഇത് ആ റിലേഷൻ ഓർത്ത് വെച്ചാൽ അത് രണ്ടും മറക്കൂല. പിന്നെ അടുത്ത് ടാൻജന്റ് പെർപെൻഡിക്കുലർ ടു ദ പ്ലെയിൻ ആൻസർ എന്താണ്? 2 mr². ഇനി ടാൻജന്റ് ഇൻ ദ പ്ലെയിൻ ആൻസർ എന്താണ്? 1/2 mr². ബുദ്ധിമുട്ടുണ്ട്. സോറി, 3/2 mr². എത്രയാ? 3/2 mr². അപ്പൊ ഇത് കാണാതെ പഠിച്ചു വയ്ക്കണം. അപ്പൊ ഇതിന് mr²നെ നിങ്ങൾ ചക്ക എന്ന് വിചാരിക്കൂ. അപ്പൊ ഇത് ഒരു ചക്ക. ഇനി ഇതാണെങ്കിലോ 2 ചക്ക. ഇതോ അര ചക്ക. ഇനി ഇതോ 3/2 എന്ന് പറഞ്ഞാൽ 1.5. അപ്പൊ ഏതൊക്കെയാണ് പറഞ്ഞോ? അരച്ചക്ക, ഒരു ചക്ക, 1.5 ചക്ക, 2 ചക്ക. ഓക്കെ, അരച്ചക്ക, ഒരു ചക്ക, 1.5 ചക്ക, 2 ചക്ക. അരച്ചക്ക എവിടെയാണ്? ഡയമീറ്റർ. അപ്പൊ ഡയമീറ്ററിന്റെ ആൻസർ അരച്ചക്ക. അടുത്ത ഒരു ചക്ക എന്ന് പറഞ്ഞാൽ ഏതാണ്? മെയിൻ ആക്സിസ്. അടുത്ത 1.5 ചക്ക എന്ന് പറഞ്ഞാൽ എന്താണ്? ടാൻജന്റ് ഇൻ ദ പ്ലെയിൻ. 2 ചക്ക എന്ന് പറഞ്ഞാൽ എന്താണ്? ടാൻജന്റ് പെർപെൻഡിക്കുലർ ടു പ്ലെയിൻ. അപ്പൊ ഓർത്ത് വയ്ക്കാം. ആദ്യത്തത് ഡയമീറ്റർ, അടുത്ത മെയിൻ ആക്സിസ്, അടുത്ത ടാൻജന്റ് ഇൻ ദ പ്ലെയിൻ, അടുത്ത ടാൻജന്റ് പെർപെൻഡിക്കുലർ ടു പ്ലെയിൻ. ഇതാണ് ഓർഡർ. ഒന്നുകൂടെ പറയൂ, എന്താണ് പറഞ്ഞോ? ആദ്യത്തത് ഡയമീറ്റർ, അടുത്ത ഡയമീറ്റർ കഴിഞ്ഞാൽ മെയിൻ ആക്സിസ്, അടുത്ത ടാൻജന്റ് ഇൻ ദ പ്ലെയിൻ, അടുത്ത ടാൻജന്റ് പെർപെൻഡിക്കുലർ ടു പ്ലെയിൻ. ഒന്നുകൂടെ, ആദ്യത്തത് ഡയമീറ്റർ, അടുത്ത മെയിൻ ആക്സിസ്, ടാൻജന്റ് ഇൻ ദ പ്ലെയിൻ, അടുത്ത ടാൻജന്റ് പെർപെൻഡിക്കുലർ ടു പ്ലെയിൻ. ഇനി ആദ്യത്തെ അരച്ചക്ക, അടുത്ത ഒരു ചക്ക, അടുത്ത 1.5 ചക്ക, അടുത്ത 2 ചക്ക. ചക്ക എന്ന് പറഞ്ഞാൽ mr². ഓക്കെ, ഇക്വേഷൻ പഠിച്ചില്ലേ? അപ്പൊ ഇതാണ് ഏതിനെ പറ്റി? റിങ്ങിനെ പറ്റി. ഇനി നമുക്ക് ഏതിലേക്ക് പോവാം? ഡിസ്കിന്റെ കാര്യത്തിലേക്ക് പോവാം. നോക്കിക്കോ, പെട്ടെന്ന് ഡിസ്ക് ഇതുപോലെ നമുക്ക് അപ്ലൈ ചെയ്ത് പെട്ടെന്ന് ചെയ്യണം. നിങ്ങൾ ആൻസർ പറഞ്ഞാൽ പെട്ടെന്ന് കാര്യങ്ങൾ കഴിയും.
നോക്കിക്കോളൂ. അടുത്ത നമ്മുടെ ഡിസ്ക് ആണ് കേട്ടോ. അപ്പൊ ഡിസ്കിന്റെ ഇതാണ് ഡിസ്ക്. നമ്മുടെ അമ്മ ഉണ്ടാക്കി തരുന്ന ചപ്പാത്തി ഇതായിരിക്കുന്നു. സർക്കുലാർ ഡിസ്ക്. അപ്പൊ ഇങ്ങനെ ഇരിക്കുകയാണ്, ഇങ്ങനെ ഇരിക്കുകയാണേ. അപ്പൊ ഇങ്ങനെ ഇരിക്കുകയാണ്. ഓക്കെ, ചപ്പാത്തിയുടെ സെന്റർ ആണ്. ഇങ്ങനെ എനിക്ക് കറങ്ങാം. ഈ ആക്സിസ് വഴിയുള്ള മൊമെന്റ് ഓഫ് ഇനർഷ്യ എത്രയാണെന്ന് നിങ്ങൾക്ക് അറിയാം. പറ. അപ്പൊ ഇത് സെന്റർ ഓഫ് മാസ് ആണ്. അപ്പൊ ആക്സിസ് പറയൂ. പെർപെൻഡിക്കുലർ ടു പ്ലെയിൻ ആൻഡ് ത്രൂ സെന്റർ. ഇതാണ് കണ്ടുപിടിക്കേണ്ടത്. അപ്പൊ ഇതിന്റെ ആൻസർ നമ്മൾ ബൈ ഹാർട്ട് ചെയ്ത് വയ്ക്കണം. I = എത്രയാ? mr²/2 ആണ്. എത്രയാണ്? mr²/2. റിങ്ങിന്റെ കേസിൽ എത്രയായിരുന്നു? mr² ആണ്. ഇവിടെ എത്രയാണ്? mr²/2 ആണ്. അപ്പൊ ഇത് മെയിൻ ആക്സിസിന്റെ ആൻസർ കാണാതെ പിടിക്കുക. ഇനി അടുത്തത് നമുക്ക് മറ്റതുപോലെ ഓരോന്നായിട്ട് നമുക്ക് ചെയ്യാം. ഡയമീറ്റർ വഴിയുള്ളത് എനിക്ക് കണ്ടുപിടിക്കണം. നോക്കൂ, ഇതിന്റെ ഡയമീറ്റർ വഴിയുള്ള മൊമെന്റ് ഓഫ് ഇനർഷ്യ കണ്ടുപിടിക്കാം. ഇതാ നോക്കൂ, ഡയമീറ്റർ വഴിയുള്ള മൊമെന്റ് ഓഫ് ഇനർഷ്യ കണ്ടുപിടിക്കാം. നോക്ക്, നമ്മുടെ സെയിം ഡിസ്ക് ഇതായിരിക്കുന്നു, ഇങ്ങനെയാണ് ഇരിക്കുന്നത്. ഓക്കെ, ഇനി അതിന്റെ മെയിൻ ആക്സിസ് ഇതാണ്. ഈ ആക്സിസ് വഴിയുള്ള മൊമെന്റ് ഓഫ് ഇനർഷ്യയുടെ ആൻസർ എനിക്കറിയാം, mr²/2 ആണ്. ഇനി ഈ ചപ്പാത്തിയിൽ ഒരു ഈർക്കിൽ ഇങ്ങനെ ഒട്ടിച്ചിട്ട് അതുവഴി കറക്കാം. ഇനി അതിന് പെർപെൻഡിക്കുലർ ആയിട്ട് വേറെ ഈർക്കിൽ ഒട്ടിച്ചിട്ട് അതുവഴിയും കറക്കാം. ഇറക്കിക്കൂടെ? ഈ ആക്സിസ് വഴിയുള്ള മൊമെന്റ് ഓഫ് ഇനർഷ്യ Ix, ഇതുവഴിയുള്ളത് Iy. ഇത് രണ്ടും ഡയമീറ്റേഴ്സ് അല്ലേ? അപ്പൊ ഇതിന്റെ ആൻസറും മൊമെന്റ് ഓഫ് ഇനർഷ്യ അബൌട്ട് ഡയമീറ്റർ ആണ്. ഇതിന്റെ ആൻസറും മൊമെന്റ് ഓഫ് ഇനർഷ്യ അബൌട്ട് ഡയമീറ്റർ ആണ്. ശരിയല്ലേ? ഇനി പെർപെൻഡിക്കുലർ ആക്സിസ് തിയറം അങ്ങ് പ്രയോഗിച്ചാൽ പോരെ? Ix ഉം Iy കൂടെ ആഡ് ചെയ്ത് I കിട്ടും. അപ്പൊ I = പറയൂ, Ix + Iy. ഇതിൽ വാല്യൂ ഇട്ട് കൊടുത്താൽ മതി. ഐയുടെ ആൻസർ mr²/2. Ixന്റെ ആൻസർ ID, Iy-യുടെ ആൻസർ ID. ഇനി ബാക്കി പറയും. mr²/2 = പറയണം 2ID എന്നാണ് അല്ലേ? ഇത് അങ്ങോട്ട് വെച്ചാൽ അല്ലെങ്കിൽ ഈ 2നെ എടുത്ത് ഇപ്പുറത്ത് വെച്ചാൽ ID = പറയൂ, ID = mr²/4 എന്നായില്ലേ? ഈ 2 ഇഞ്ഞ് വെച്ചാൽ മതി. അപ്പൊ വാട്ട് ഈസ് ദ മൊമെന്റ് ഓഫ് ഇനർഷ്യ അബൌട്ട് ഡയമീറ്റർ? mr²/4. അപ്പൊ ഞാൻ ഒന്നും കൂടെ പറയാം. നമ്മുടെ ചപ്പാത്തി ഇങ്ങനെ ഇരിക്കുകയാണ്. ഇതിന്റെ മെയിൻ ആക്സിസ് ആണിത്. ഈ ആക്സിസ് വഴിയുള്ള മൊമെന്റ് ഓഫ് ഇനർഷ്യയുടെ ആൻസർ mr²/2. ഇനി രണ്ട് ഇറക്കൽ എടുത്തോണ്ട് വന്നു. ഒന്ന് ഇങ്ങനെ ഒട്ടിച്ചു, ഇതൊരു ഡയമീറ്റർ ആണ്. ഇനി അടുത്ത് അതിന് പെർപെൻഡിക്കുലർ ആയിട്ട് വെച്ച് ഒട്ടിച്ചു. ഈ രണ്ട് ഇറക്കൽ വഴി എനിക്ക് വേണമെങ്കിൽ കറക്കാം. ഇതുവഴിയുള്ള മൊമെന്റ് ഓഫ് ഇനർഷ്യ Ix, ഇതുവഴിയുള്ള മൊമെന്റ് ഓഫ് ഇനർഷ്യ Iy. അപ്പൊ രണ്ടും സെയിം ആയിരിക്കും, രണ്ടും ID എന്ന് ഞാൻ എടുക്കുന്നു. അപ്പൊ ഇതും ID, ഇതും ID. ഇനി പെർപെൻഡിക്കുലർ ആക്സിസ് തിയറം പറയുന്നത് ഇതും കൂടെ ആഡ് ചെയ്താൽ ഇത് കിട്ടുമെന്നാണ്. അപ്പൊ I കിട്ടാൻ Ix ഉം Iy കൂടെ ആഡ് ചെയ്യും. ഐയുടെ ആൻസർ എന്താണ്? mr²/2. ഇനി ഇതിന്റെ ആൻസർ ID, ഇതിന്റെ ആൻസർ ID. ഇനി ബാക്കി പറ. അപ്പൊ 2ID എന്ന് കിട്ടി. ഈ 2 എടുത്ത് ഇവിടെ വെച്ചാൽ IDയുടെ ആൻസർ എന്ത് കിട്ടി? mr²/4. അപ്പൊ രണ്ടെണ്ണം ആയില്ലേ? ഇനി അടുത്തത് ടാൻജന്റ് പെർപെൻഡിക്കുലർ ടു പ്ലെയിൻ നമുക്ക് എടുക്കാം. ടാൻജന്റ് പെർപെൻഡിക്കുലർ ടു പ്ലെയിൻ. നോക്കൂ, ടാൻജന്റ് പെർപെൻഡിക്കുലർ ടു പ്ലെയിൻ. നമ്മുടെ സെയിം ഡിസ്ക് ഇങ്ങനെ ഇരിക്കുന്നു. ഓക്കെ, നമ്മുടെ സെയിം ഡിസ്ക് ഇങ്ങനെ ഇരിക്കുന്നു, അതായിരിക്കുന്നു. ഓക്കെ, ഇതെന്റെ മെയിൻ ആക്സിസ് ആണ്. ഓക്കെ, ഈ മെയിൻ ആക്സിസ് വഴിയുള്ള മൊമെന്റ് ഓഫ് ഇനർഷ്യയെ നമുക്ക് വേണമെങ്കിൽ ഇത് സെന്ററിൽ കൂടെ അല്ലേ പോകുന്നത്, സെന്റർ ഓഫ് മാസ് വഴിയിലേ പോകുന്നത്. അപ്പൊ ഈ മൊമെന്റ് ഓഫ് ഇനർഷ്യയുടെ ആൻസർ എനിക്കറിയാം, ICM ആണ്. ICMന്റെ ആൻസർ എത്ര എനിക്കറിയാം, mr²/2 ആണ്. ഇനി ഇവിടെ ഈ അറ്റത്ത് ഒരു ഈർക്കിലൊട്ടിച്ച് എനിക്ക് കറക്കിക്കൂടെ? ഈ ഈർക്കിൽ എന്ന് പറയുന്നത് ഇതിന്റെ പ്ലെയിന് പെർപെൻഡിക്കുലർ അല്ലേ? അപ്പൊ ടാൻജന്റ് പെർപെൻഡിക്കുലർ ടു പ്ലെയിൻ അല്ലേ? ഇതുവഴിയുള്ള മൊമെന്റ് ഓഫ് ഇനർഷ്യ എനിക്ക് കണ്ടുപിടിക്കണം. എന്ത് ചെയ്യും? രണ്ട് ആക്സിസും തമ്മിലുള്ള ഈ ദൂരം A ആണ്. A ഇവിടെ എത്രയാ? 6 ആണ്. ഇനി എങ്ങനെ കണ്ടുപിടിക്കുമെന്ന് നിങ്ങൾ പറ. I കാണാൻ എന്താ വഴി? ICM ഉം പറഞ്ഞോ, MA² കൂടെ ആഡ് ചെയ്യും. പറഞ്ഞോ, I = ICMന്റെ ആൻസർ mr²/2 പ്ലസ് M × പറയൂ A² R². നിങ്ങൾ തന്നെ പറയണം. അരച്ചക്കയും ഒരു ചക്കയും കൂടെ കൂട്ടിയാൽ 1.5 ചക്ക. അപ്പൊ എങ്ങനെ ഇടും? I = 1.5 ചക്ക. ചക്ക എന്ന് പറഞ്ഞാൽ mr². അപ്പൊ ആൻസർ ആയി I = 3/2 mr². അപ്പൊ എത്ര കേസായി? 3 കേസായി. അപ്പൊ ഈ കേസ് ഒന്നുകൂടെ പറയൂ. ഇത് നിങ്ങളുടെ ഡിസ്ക് ഇങ്ങനെ ഇരിക്കുകയാണ്. അപ്പൊ അതിന്റെ മെയിൻ ആക്സിസ് ഇതാണ്. അപ്പൊ മെയിൻ ആക്സിസ് എന്ന് പറയുന്നത് സെന്റർ ഓഫ് മാസിൽ കൂടെ ആയതുകൊണ്ട് ആ മൊമെന്റ് ഓഫ് ഇനർഷ്യയെ ICM എന്ന് ഞാൻ പേര് വിളിച്ചു. ICMന്റെ ആൻസർ എത്രയാ? mr²/2 ആണ്. ഇനി ഇതിന്റെ ഈ പ്ലെയിനിന് പെർപെൻഡിക്കുലർ ആയിട്ട് ഒരു ആക്സിസ് എടുത്തു.
അപ്പോൾ ഇത് ടാൻജന്റ് ആണ്, പെർപെൻഡിക്കുലർ ടു പ്ലെയിൻ ആണ്. ഇതുവഴിയുള്ള മൊമെന്റ് ഓഫ് ഇനർഷ്യ കണ്ടുപിടിക്കണം. രണ്ട് ആക്സും തമ്മിലുള്ള ദൂരം a ആണ്, അതാണ് r ഇവിടെ. അപ്പൊ i കാണാൻ എന്ത് ചെയ്യണം? ICM ഉം ma² കൂടെ ആഡ് ചെയ്യുക. i ഈക്വൽ ടു ICMന്റെ ആൻസർ എത്രയാ? mr²/2 പ്ലസ് m ഇൻറ്റു r². അരച്ചക്കയും ഒരു ചക്കയും കൂടെ ആഡ് ചെയ്യുമ്പോൾ 1.5 ചക്ക. അപ്പൊ 3/2 mr². അപ്ലൈ ചെയ്യാൻ മനസ്സിലായി കാണുമല്ലോ. ഇനി അടുത്ത ഏതാണ്? ടാൻജന്റ് ഇൻ ദ പ്ലെയിൻ. ടാൻജന്റ് ഇൻ ദ പ്ലെയിൻ. ഓക്കെ, ടാൻജന്റ് ഇൻ ദ പ്ലെയിൻ കണ്ടുപിടിക്കാം. അപ്പൊ നമുക്ക് നമ്മുടെ ചപ്പാത്തി എടുത്ത് ഇങ്ങനെ വയ്ക്കേ. ചപ്പാത്തി ഇപ്പൊ ഇങ്ങനെ ഇരിക്കുകയാണ്, ഇങ്ങനെ. ഓക്കെ, ഇനി ഇതില് ഒരു ടാൻജന്റ് ഇതാ ഒരു ടാൻജന്റ് അല്ലേ? ഈ ടാൻജന്റ് വഴി എനിക്ക് ഇതിനെ കറക്കിക്കൂടെ? ഇതുവഴിയുള്ള മൊമെന്റ് ഓഫ് ഇനർഷ്യ എനിക്ക് കണ്ടുപിടിക്കണം. ഞാൻ പാരലൽ ആക്സിസ് തിയറം ഉപയോഗിക്കാൻ പോവാണ്. അപ്പൊ ഇതിന്റെ സെന്റർ ഓഫ് മാസ് ആദ്യം ലൊക്കേറ്റ് ചെയ്തു, അതുവഴി ഒരു ആക്സിസ് എടുത്തു. ഈ ആക്സിസ് വഴിയുള്ള മൊമെന്റ് ഓഫ് ഇനർഷ്യയെ ICM എന്നാണ് ഞാൻ വിളിക്കാൻ പോകുന്നത്. ICMന്റെ ആൻസർ എനിക്കറിയാം, ഡയമീറ്റർ അല്ലേടെ. ഡയമീറ്റർ വഴിയുള്ള മൊമെന്റ് ഓഫ് ഇനർഷ്യയുടെ ആൻസർ ഇവിടെ ഉണ്ട്. ഇതാ എത്രയാ? mr²/4. എത്രയാ? mr²/4. ഇനി രണ്ട് ആക്സിസ് തമ്മിലുള്ള ദൂരം എന്താ? a ഇവിടെ r അല്ലേ? ഇനി നിങ്ങൾ എന്താ പറയും? i എങ്ങനെ കാണും? i ഈക്വൽ ടു ICM പ്ലസ് ma² എന്നാണ്. i ഈക്വൽ ടു ICMന്റെ ആൻസർ എത്ര? mr²/4 പ്ലസ് m ഇൻറ്റു പറയൂ r² എന്നല്ലേ? ഇനി പറ, ഇത് 1/4 ചക്ക, ഇത് 1 ചക്ക, 1/4 ചക്ക. 1/4 എന്നെങ്ങനെ എഴുതും? i ഈക്വൽ ടു പറയണം 5/2 എന്ന് എഴുതിയ 2.5. 5/4 എന്ന് എഴുതിയ 2.5 പകുതി 1/4. അപ്പൊ 1/4 ചക്ക. കണ്ടോ? 5/4 mr². അപ്പൊ അടുത്ത ഈ ലാസ്റ്റ് കേസ് നമുക്കൊന്നുകൂടെ പറയാം. നോക്കൂ, ഇതൊരു ഡിസ്ക് ആണ്, കണ്ടില്ലേ? ഇത് ഈ ബോർഡിൽ ഇങ്ങനെ ഇരിക്കുകയാണ്. ഇതിന്റെ സെന്റർ ഓഫ് മാസ് ഇതാണ്. ഈ സെന്റർ ഓഫ് മാസ് വഴി ഒരു ആക്സിസ് ഉണ്ട്. ഈ ആക്സിസ് വഴിയുള്ള മൊമെന്റ് ഓഫ് ഇനർഷ്യ എത്രയാ? അതിനെ ഞാൻ എന്താ പേര് വിളിക്കുന്നത്? ICM. അതിന്റെ ആൻസർ എത്രയും നമുക്കറിയാം, ഡയമീറ്റർ വലിയ സാധനം mr²/4. ഇനി ഇവിടെ ഞാൻ ഒരു ഈർക്കിൽ വെച്ച് ഒട്ടിക്കുന്നു. ഈ ഈർക്കിൽ വഴി കറക്കാം എനിക്ക്. അപ്പൊ വാട്ട് ഈസ് എ മൊമെന്റ് ഓഫ് ഇനർഷ്യ? I കാണാം. ഈ രണ്ട് ആക്സിസ് തമ്മിലുള്ള ദൂരം a ആണ്. എയുടെ ആൻസർ r ആണ്. I കാണാൻ എന്താ വഴി? I കാണാൻ ICM ഉം ma² കൂടെ ആഡ് ചെയ്യുക. ICMന്റെ ആൻസർ mr²/4 പ്ലസ് m ഇൻറ്റു a² r². 1/4 ചക്കയും 1 ചക്കയും കൂടെ ആഡ് ചെയ്യുമ്പോൾ 1/4. 1/4 എന്നുള്ളതിന് 2.5 പകുതി. 2.5 എന്ന് പറഞ്ഞാൽ 5/2. അതിന്റെ പകുതി എന്ന് പറയുമ്പോൾ 5/4 ചക്ക. അപ്പൊ ഇതിനകത്തും ഓർക്കേണ്ട പോയിന്റ്സ്, ഇവിടെ അരച്ചക്ക, ഇവിടെ 1/4 ചക്ക, അവിടെ 1.5 ചക്ക, ഇവിടെ 1/4 ചക്ക. അപ്പൊ വന്ന ഫിഗേഴ്സ് ഒന്ന് പറയണം. ഏതൊക്കെയാണ്? ആദ്യം വന്നത് 1/4 ചക്ക, അടുത്ത് 1/4 ചക്ക കഴിഞ്ഞിട്ട് പിന്നെ അരച്ചക്ക, പിന്നെ 1/4 ചക്ക, 1/4 ചക്ക, പിന്നെ 1.5 ചക്ക. ഇതാണ് വന്നത്. അപ്പൊ 1/4 1/4, അടുത്ത അര 1/2, 1/4 എന്ന് പറയുന്നത് എത്ര? 1/4 എന്ന് പറയുന്നത് എത്രയാ? 5/4. അടുത്ത 1.5 എന്ന് പറയുന്നത് എത്രയാ? 3/2. അപ്പൊ പറയൂ, ഇതെന്താണ്? ഇതിനകത്ത് ഏത് ഓർഡറിൽ പഠിക്കും? പറഞ്ഞോ. 1/4 എന്ന് പറയുന്നത് നേരത്തെ എന്തായിരുന്നു ഓർഡർ? ആദ്യത്തത് ഡയമീറ്റർ, അടുത്ത മെയിൻ ആക്സിസ്, അടുത്ത ടാൻജന്റ് ഇൻ ദ പ്ലെയിൻ, അടുത്ത ടാൻജന്റ് പെർപെൻഡിക്കുലർ ടു പ്ലെയിൻ. അതുപോലെ തന്നെ 1/4 എന്ന് പറയുന്നത് ഏതിന്റെ ആൻസറാ? ഡയമീറ്റർ. അടുത്ത് അര എന്ന് പറയുന്നത് എന്താണ്? മെയിൻ ആക്സിസ്. അടുത്ത 5/4 വരുന്നത് ഏതാണ്? ടാൻജന്റ് ഇൻ ദ പ്ലെയിൻ. അടുത്ത 3/2 എന്ന് പറയുന്നത് എന്താണ്? ടാൻജന്റ് പെർപെൻഡിക്കുലർ ടു പ്ലെയിൻ. അപ്പൊ ഓർഡർ ഇത് തന്നെയാണ്, പഴയ ഓർഡർ തന്നെയാണ്. എന്താണ്? ഡയമീറ്റർ, അടുത്ത മെയിൻ ആക്സിസ്, അടുത്ത ടാൻജന്റ് ഇൻ ദ പ്ലെയിൻ, ടാൻജന്റ് പെർപെൻഡിക്കുലർ ടു പ്ലെയിൻ. ഒന്നും കൂടെ, ഡയമീറ്റർ, മെയിൻ ആക്സിസ്, ടാൻജന്റ് ഇൻ ദ പ്ലെയിൻ, ടാൻജന്റ് പെർപെൻഡിക്കുലർ ടു പ്ലെയിൻ. ഇനി ആദ്യത്തെ ഓർഡർ പറയൂ. 1/4 ചക്ക, അരച്ചക്ക, 1/4 ചക്ക, 1.5 ചക്ക. ഓക്കെ, ഇനി മെയിൻ ആക്സിസിലുള്ള ആൻസർ എത്രയാ? mr²/2. അതിന്റെ കറക്റ്റ് പകുതിയല്ലേ ഡയമീറ്റർ വഴിയുള്ളത്? mr²/4. അത് രണ്ടിലും ഓർത്തോണം. റിങ്ങിലായാലും ഇതിലായാലും ഇങ്ങനെയാണ്. മെയിൻ ആക്സിസിലുള്ളതിന്റെ പകുതിയായിരിക്കും ഏത് വഴിയുള്ളത്? ഡയമീറ്റർ വഴിയുള്ളത്. ഓക്കെ, ഇനി നമുക്ക് അടുത്ത കുറെ ഫിഗേഴ്സിന്റെ ഇക്വേഷൻ മാത്രം മതി, നിങ്ങൾ ഓർമ്മയിലുണ്ടാവും, നിങ്ങൾ പറഞ്ഞാൽ മതി. ഹോളോ സിലിണ്ടർ കേട്ടോ, ഹോളോ സിലിണ്ടർ. ഹോളോ സിലിണ്ടർ എബൌട്ട് ആക്സിസ്. ഇതിന്റെ ആൻസർ വേണം. നമുക്കൊരു ഹോളോ സിലിണ്ടർ ഉണ്ടാക്കാം. ഹോളോ സിലിണ്ടർ എന്ന് പറയുന്നതേ റിങ് ഇല്ലേടാ, റിങ്. ഇതാണ് റിങ്. റിങ്ങിന് നമുക്ക് കുറച്ച് ബോൺവിറ്റയൊക്കെ കൊടുക്കാം. അപ്പൊ റിങ് അവിടെ ഇരുന്ന് വലുതാവും. അപ്പൊ ഒരു റിങ്ങിന്റെ പുറത്ത് വേറൊരു റിങ് വെച്ച് ഇങ്ങനെ അടുക്കിയാൽ എന്തായിട്ട് മാറും? നമ്മുടെ ഈ വളയില്ലേ, നമ്മളെ അടുക്ക് വളയില്ലേ, അതുപോലെ ഒരു റിങ്ങിന്റെ പുറത്ത് ഒരു റിങ് വെച്ച് അടുക്കി വെച്ചാൽ ഇത് അവസാനം എന്തായിട്ട് മാറും? ഈ സാധനം ഒരു ഹോളോ സിലിണ്ടർ ആയിട്ട് മാറൂലേ? ഇത് എന്തായിട്ട് മാറി? ഹോളോ സിലിണ്ടർ ആയിട്ട് മാറി.
ഇനി ഇതിന്റെ ഈ റിങ്ങിന്റെ മെയിൻ ആക്സിസ് എന്ന് പറഞ്ഞാൽ ഇതല്ലായിരുന്നോ? അപ്പൊ ഈ ആക്സിസ് തന്നെയല്ലേ ഈ ഇരിക്കുന്നത്. അപ്പോ ഹോളോ സിലിണ്ടറിനെ കണ്ടപ്പോൾ നമുക്ക് പെട്ടെന്ന് ആളിനെ ഐഡന്റിഫൈ ചെയ്യാൻ പറ്റില്ല. പണ്ട് കണ്ടതാണ്. പണ്ട് അവൻ വൺസ് അപ്പോൺ എ ടൈം ദേർ ലിവ്ഡ് എ റിംഗ്. പണ്ടൊരു റിംഗ് ആയിരുന്നു ജീവിച്ചിരുന്നത്. റിംഗ് ആഹാരം കഴിച്ച് വലുതായി ഇപ്പൊ എന്തായിട്ട് മാറി? ഹോളോ സിലിണ്ടർ ആയിട്ട് മാറി. അപ്പൊ ഹോളോ സിലിണ്ടറിന്റെ മെയിൻ ആക്സിസ് ആണ് ഇപ്പൊ സിലിണ്ടറിന്റെയും മെയിൻ ആക്സിസ്. അപ്പൊ വാട്ട് ഈസ് എ മൊമെന്റ് ഓഫ് ഇനർഷ്യ എന്നാണ് ക്വസ്റ്റ്യൻ. സാധനം ഏത് തന്നെ, റിംഗ് പോലെ തന്നെ. അപ്പൊ വാട്ട് ഈസ് ഇക്വേഷൻ? mr². സോ വാട്ട് ഈസ് ആൻസർ? mr². അപ്പൊ I ഈക്വൽ ടു എന്താ? mr². ഇനി അടുത്തത് സോളിഡ് സിലിണ്ടർ. സോളിഡ് സിലിണ്ടർ. സോളിഡ് സിലിണ്ടർ about axis. നോക്കട്ടെ, സോളിഡ് സിലിണ്ടർ. സോളിഡ് സിലിണ്ടർ about axis. ഇത് നമ്മുടെ ഡിസ്ക് അല്ലേ? നമ്മുടെ ചപ്പാത്തി. നമ്മുടെ ചപ്പാത്തി ഇങ്ങനെ ഇരിക്കുകയാണ്. അതിന്റെ മെയിൻ ആക്സിസ് ആണിത്. കണ്ടോ? ഇതാണ് സാധനം. ഇതുവഴിയുള്ള മൊമെന്റ് ഓഫ് ഇനർഷ്യയുടെ ആൻസർ എത്രയാ? I ഈക്വൽ ടു പറഞ്ഞോ. I ഈസ് ഈക്വൽ ടു mr²/2 അല്ലേ? mr²/2. ഈ ചപ്പാത്തിയുടെ പുറത്ത് അടുത്ത ചപ്പാത്തി ഇങ്ങനെ അടുക്കി വെച്ചാൽ ഒരു കട്ട സിലിണ്ടർ ആവൂലേ? ഒരു കട്ട സിലിണ്ടർ ആവും. അപ്പൊ ഈ ആക്സിസ് എന്ന് പറഞ്ഞാൽ അവന്റെ ആക്സിസ് അല്ലേ? അപ്പൊ ഇത്രയേ ഉള്ളൂ. എന്താണ്? ഡിസ്ക് വലുതായതാണ് ആര്? സോളിഡ് സിലിണ്ടർ. അപ്പൊ ഡിസ്കിന്റെ മൊമെന്റ് ഓഫ് ഇനർഷ്യ തന്നെ ആർക്കും കിട്ടും? സോളിഡ് സിലിണ്ടറിന് കിട്ടും. വാട്ട് ഈസ് മൊമെന്റ് ഓഫ് ഇനർഷ്യ? mr²/2. ഇനി അടുത്തത് ഹോളോസ്ഫിയർ. എന്താണ്? ഹോളോസ്ഫിയർ. ഹോളോസ്ഫിയർ. ഹോളോസ്ഫിയർ എബൌട്ട് ഡയമീറ്റർ. അതിന്റെ ഡയമീറ്ററിനെ ബേസ് ചെയ്ത് കറക്കുകയാണ്. അപ്പൊ ഹോളോസ്ഫിയർ. അപ്പൊ എന്താണ്? അപ്പൊ ആദിത്യന്റെ കയ്യിൽ ഒരു ഉണ്ട കിട്ടി. ആദിത്യന്റെ കയ്യിൽ ഉണ്ട കിട്ടി. പെമ്പിള്ളേർ വന്നതിൽ ഇങ്ങനെ ഞൊട്ടി നോക്കുന്നു, ടക്കോ ടക്കോ എന്ന് കേൾക്കുന്നു. അപ്പൊ അകം പൊള്ളയാണ്. അപ്പൊ ആദിത്യന്റെ ആ ഉണ്ടയിൽ ഒരു പെണ്ണെന്ത് ചെയ്തു? ഈർക്കിൽ കുത്തി കയറ്റി. നോക്കൂ, അപ്പൊ ഡയമീറ്റർ വഴിയാണ് കയറിയത്. എന്നിട്ട് ആദിത്യന്റെ ഉണ്ടയിട്ട് കറക്കുന്നു. കണ്ടോ? അപ്പൊ ആദിത്യന്റെ ഉണ്ടയെ കറക്കുന്നു. വാട്ട് ഈസ് എ മൊമെന്റ് ഓഫ് ഇനർഷ്യ? അത് ഓർത്ത് വയ്ക്കണം. 2/3 mr² ആണ്. എത്രയാണ്? 2/3 mr². മറക്കരുത്, 2/3 mr². ഇനി അടുത്ത അബ്രാം. അടുത്ത ദിവസം അബ്രാമിന്റെ ഉണ്ട ടീച്ചറിനെ കാണിക്കുന്നു. അപ്പൊ അബ്രാമിന്റെ കയ്യിൽ എന്തുണ്ട്? ഉണ്ടയുണ്ട്. പെമ്പിള്ളേർ അതിനെ വന്ന് ഞൊട്ടിയപ്പോ കട്ട സൗണ്ട്. അപ്പൊ അകം പൊള്ളയല്ല. അപ്പൊ അബ്രാമിൻ്റെത് സോളിഡ് സ്ഫിയർ ആണ്. എന്താണ്? സോളിഡ് സ്ഫിയർ ആണ്. പക്ഷെ പെമ്പിള്ളേര് വിടോ? അതിനകത്ത് അവരെന്ത് കുത്തിക്കയറ്റി? ഈർക്കിൽ കുത്തിക്കയറ്റി. എന്നിട്ട് കറക്കുകയാണ്. അപ്പൊ വാട്ട് ഈസ് എ മൊമെന്റ് ഓഫ് ഇനർഷ്യ? ഇതാണ് ക്വസ്റ്റ്യൻ. മൊമെന്റ് ഓഫ് ഇനർഷ്യ നിങ്ങൾ പഠിച്ചല്ലേ? 2/5 mr². എന്താണ്? 2/5 mr². ഇതും ഡയമീറ്ററിനെ ബേസ് ചെയ്ത് കറക്കിയത് തന്നെ. ഓക്കെ, ഇപ്പൊ ഡയമീറ്ററിനെ ബേസ് ചെയ്ത് കറക്കിയത്. അപ്പൊ 3-4 ആയി. സൊല്യൂഷൻ. റിങ്ങിന്റെ ആൻസർ തന്നെയാണ് ആർക്ക്? ഹോളോ സിലിണ്ടറിന്. ഡിസ്കിന്റെ ആൻസർ തന്നെയാണ് സോളിഡ് സ്ഫിയറിന്. സോളിഡ് സിലിണ്ടറിന്. അടുത്ത ഹോളോസ്ഫിയറിന്റെ ആൻസർ എന്താണ്? 2/3 mr². സോളിഡ് സ്ഫിയറിന്റെ ആൻസർ എന്താണ്? 2/5 mr² ആണ്. ഇനി അടുത്തത് നിങ്ങൾ പഠിച്ച ഒരു സാധനമാണ് റോഡ് അല്ലേ? റോഡ്. ഇത് റോഡല്ലേ? റോഡിന്റെ മാസ് m ആണ്, ലെങ്ത് l ആണ്. ഇതിന്റെ ഈ സെന്റർ ഇതാണ്, മിഡ് പോയിന്റ് ഇതാണ്. ഇതുവഴി ഒരു ഈർക്കിൽ കുത്തി കയറ്റിയിട്ട് കറക്കിയപ്പോൾ ഉള്ള മൊമെന്റ് ഓഫ് ഇനർഷ്യ ഞങ്ങൾ കാൽക്കുലേറ്റ് ചെയ്തതാണ്. എത്രയാണ്? ml²/12 എന്നാണ്. എത്രയാണ്? ml²/12. ഓർത്ത് വെച്ചോണം, ml²/12. ഇനി ഇതേ റോഡിനെ നമുക്ക് ഈ എൻഡ് വഴി ഒരു ഈർക്കിൽ കയറ്റിയിട്ട് കറക്കിക്കൂടെ? വാട്ട് ഈസ് എ മൊമെന്റ് ഓഫ് ഇനർഷ്യ? ml²/ നിങ്ങൾ പഠിച്ചല്ലേ? നമുക്ക് കാൽക്കുലേറ്റ് ml²/3. എത്രയാണ്? ml²/3 ആണ്. അപ്പോൾ മെയിൻ ആക്സിസ് വഴിയുള്ളത്, മിഡ് പോയിന്റ് വഴിയുള്ളത് ml²/12. വെറുതെ ഈ എൻഡ് വഴിയുള്ള ഒരു ആക്സിസ് എടുത്തു കഴിഞ്ഞാൽ അതുവഴി കറക്കുമ്പോഴുള്ള മൊമെന്റ് ഓഫ് ഇനർഷ്യ എത്ര? ml²/3 ആണ്. ഇനി നമുക്ക് അടുത്ത സെക്ഷനിലോട്ട് പോവാം.